प्यारे छात्रों नमस्कार। आज हम वर्णमाला के बारे में पढ़ेंगे। वर्णमाला क्या है, हिंदी वर्णमाला में कितने वर्ण है आदि। ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനാബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. വർണ്ണമാല. വർണ്ണമാല എന്ന് പറയുന്നത് അക്ഷരമാലയാണ്. വർണ്ണോ കെ സമുദായിക്കോ വർണ്ണമാല കഹാ ജാതാ ഹേ. അല്ലെ, അക്ഷരങ്ങളുടെ സമുദായത്തെ, സമൂഹത്തെയാണ് വർണ്ണമാല അല്ലെങ്കിൽ അക്ഷരമാല എന്ന് പറയുന്നത്. വർണ്ണോ കെ സമുദായിക്കോ വർണ്ണമാല കഹാ ജാതാ ഹേ. ഹിന്ദി വർണ്ണമാല में दो प्रकार के वर्ण हैं. അപ്പോൾ ഹിന്ദി വർണ്ണമാലയിലെ രണ്ട് തരത്തിലുള്ള വർണ്ണങ്ങളുണ്ട്, രണ്ട് തരത്തിലുള്ള അക്ഷരങ്ങളുണ്ട്. അപ്പോൾ അവ ഏതൊക്കെയാണ്? സ്വർ और व्यंजन. इनमें स्वर और दूसरा व्यंजन. हिंदी वर्णमाला में कुल मिलाकर 44 वर्ण है. ആകെ എത്ര വർണ്ണങ്ങളാണുള്ളത്? 44 വർണ്ണങ്ങളാണ് ഹിന്ദിയിൽ ഉള്ളത്. वर्णमाला क्या है? वर्णों के समुदाय को वर्णमाला कहा जाता है. हिंदी वर्णमाला में कुल 44 वर्ण हैं. ये वर्णों को दो भागों में विभक्त हैं. वे हैं स्वर वर्ण और व्यंजन वर्ण. സ്വര എന്താണ്? സ്വരവർണ്ണങ്ങൾ. स्वरवर्ण वे हैं जिनका उच्चारण स्वतंत्रता के साथ होता है और व्यंजनों के उच्चारण में वे सहायक होते हैं. ഇനി സ്വരവർണ്ണങ്ങൾ എന്ന് പറയുന്നത് എന്താണ് അല്ലേ? അതായത് സ്വരവർണ്ണങ്ങൾ എന്ന് പറയുന്നത് അവയാണ് അല്ലേ? അതായത് സ്വരവർണ്ണങ്ങൾ സ്വതന്ത്രമായിട്ട് ഉച്ചരിക്കപ്പെടുന്നവയാണ്. ഈ വ്യഞ്ജനവർണ്ണങ്ങൾ ഉച്ചരിക്കാൻ വേണ്ടിയിട്ട് സ്വരവർണ്ണങ്ങൾ സഹായിക്കുന്നുണ്ട്. ഹിന്ദി വർണ്ണമാല में पहले के 11 वर्ण स्वरवर्ण है. ഇനി ഹിന്ദി വർണ്ണമാലയിലെ ആദ്യത്തെ 11 വർണ്ണങ്ങൾ ഏതാണ്? സ്വരവർണ്ണങ്ങളാണ്. ഏതൊക്കെയാണവ? ആ, ആ, ഇ, ഈ, ഉ, ഊ, ഋ, എ, ഐ, ഓ, ഔ, അം, ആ. ഇത്രയാണ് ഹിന്ദി വർണ്ണമാലയിലെ സ്വരവർണ്ണങ്ങൾ. എന്നാൽ ഇതിൽ ആദ്യത്തെ 11 എണ്ണമാണ് സ്വരവർണ്ണങ്ങൾ. അവ എത്രയും വരൂ? ഇത്രയും ഭാഗം അല്ലേ? ഇത്രയും ഭാഗമാണ് സ്വരവർണ്ണങ്ങൾ. അം, ആ അതെന്തല്ല? സ്വരവർണ്ണങ്ങളല്ല. എന്നാൽ സ്വരങ്ങളുടെ സഹായത്തോടുകൂടി ഉച്ചരിക്കുന്നത് കൊണ്ട് ഇവയ്ക്ക് ഏതിലാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത്? സ്വരാക്ഷരങ്ങളിലാണ് സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ഇത് അനുസ്വാറാണ്, ഇത് വിസർഗമാണ്. അപ്പോൾ ഹിന്ദി വർണ്ണമാല में पहले 11 वर्ण स्वरवर्ण है. उत्पत्ति के आधार पर, उत्पत्ति के आधार पर स्वर वर्णों के 2 भेद हैं. അപ്പോൾ ഉത്പത്തി അനുസരിച്ചിട്ട് സ്വരവർണ്ണങ്ങളെ രണ്ടായി തിരിച്ചിട്ടുണ്ട്. വേ ഹേ മൂൽ സ്വർ और സന്ധി സ്വർ. ഏതൊക്കെയാണ്? മൂൽ സ്വർ और സന്ധി സ്വർ. उत्पत्ति के आधार पर स्वर वर्णों के 2 भेद हैं, मूल स्वर और संधि स्वर. मूल स्वर वे हैं. എന്താണ് മൂൽ സ്വർ എന്ന് പറയുന്നത്? जिनकी उत्पत्ति किसी दूसरे स्वर से नहीं होती है. അതായത് സ്വതന്ത്രമായിട്ടുള്ളവയാണ് ഏത്? മൂൽ സ്വരങ്ങൾ.
അതിൻ്റെ ഉത്ഭവം എന്താണ്? മറ്റൊരു സ്വരത്തിൽ നിന്നല്ല അല്ലേ? അവയാണ് മൂൽസ്വരങ്ങൾ. അപ്പോൾ ഹിന്ദിയിൽ അങ്ങനെയുള്ള 4 സ്വരാക്ഷരങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഹിന്ദി മേ മൂൽസ്വര് 4 ഹേ. മൂൽസ്വര് എത്രയാണുള്ളത്? 4 എണ്ണമാണ്. അവ ഏതൊക്കെയാണ്? ആ, ഇ, ഉ, ഋ. ഇവയാണ് ഏത്? मूलस्वरങ്ങൾ. അപ്പം मूलस्वर वे हैं जिनकी उत्पत्ति किसी दूसरे स्वर से नहीं होती है. हिंदी में 4 मूल स्वर हैं. वे हैं आ, ई, उ, ऋ. इनी दूसरा संधि स्वर. संधि स्वर वे हैं. ഇനി സന്ധി സ്വർ എന്ന് പറയുന്നത് അവയാണ്. ഇങ്ങനെയുള്ളതാണ്. जो मूल स्वरों के मेल से बनते हैं. संधि स्वर वे हैं जो मूल स्वर के मेल से बनते हैं. അപ്പോൾ സന്ധിസ്വര എന്ന് പറയുന്നത് മൂൽ സ്വരത്തിൻ്റെ സഹായത്താൽ ഉണ്ടാക്കുന്നതാണ്. ഏത്? സന്ധിസ്വരങ്ങൾ. അപ്പോൾ അവ ഹിന്ദിയിൽ എത്ര എണ്ണമുണ്ട്? 7, 7 എണ്ണമാണ് ഉള്ളത്. അപ്പോൾ അതേതൊക്കെയാണ്? ആ, ഈ, ഉ, എ, ഐ, ഓ, ഔ. അപ്പോൾ ഈ 7 എണ്ണമാണ് ഹിന്ദിയിലെ സന്ധി സ്വരങ്ങൾ. അപ്പോൾ उत्पत्ति के आधार पर स्वर के 2 भेद है, मूल स्वर और संधि स्वर. संधि स्वर के और भी 2 भेद किए गए हैं. ഇനി ഈ സന്ധിസ്വരത്തിനെ വീണ്ടും എന്താണ്? 2ആയിട്ട് വിഭജിച്ചിട്ടുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ സന്ധിസ്വർ के और भी 2 भेद किए गए हैं. ഇത്രയും മനസ്സിലായിട്ടുണ്ടല്ലോ. അപ്പോൾ സന്ധിസ്വർ के और भी 2 भेद किए गए हैं. वे हैं दीर्घ स्वर और संयुक्त स्वर. दीर्घ स्वर और संयुक्त स्वर. संधि स्वर के और भी 2 भेद हैं, दीर्घ स्वर और संयुक्त स्वर. എന്താണ് ദീർഘസ്വർ? किसी मूल स्वर में उसी स्वर मिलाने से जो स्वर बनते हैं वो दीर्घ स्वर है. किसी मूल स्वर के साथ उसी स्वर मिलाने से जो स्वर बनते हैं वो दीर्घ स्वर है. फॉर एग्जाम्पल आ प्लस आ. ആണെന്ത്? ആ പ്ലസ് ആ. ഇതാണ് ആ. ഇ പ്ലസ് ഇ. ഈ. ഉ പ്ലസ് ഉ. ഉ. ഇതാണ് അ പ്ലസ് ആ, ആ, ഇ പ്ലസ് ഇ, ഈ, ഉ പ്ലസ് ഉ, ഉ. ഇതാണ് ദീർഘസ്വരങ്ങൾ. और मूल स्वर के साथ उसी स्वर मिलाने से जो स्वर बनते हैं वो दीर्घ स्वर है. അടുത്ത എന്താണ്? സംയുക്ത സ്വർ. അപ്പോൾ ദീർഘസ്വർ എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി അടുത്തത് സംയുക്ത സ്വർ. संयुक्त स्वर वे हैं जो भिन्न भिन्न സ്വരവും के मेल से बनते हैं. അല്ലെ, അവ എന്താണ്? വ്യത്യസ്തമായ സ്വരങ്ങൾ കൂടിച്ചേർന്നിട്ടാണ് എന്തുണ്ടാവുന്നത്? സന്ധിസ്വര്. അല്ലേ, ഏത് സന്ധിസ്വരം ഉണ്ടാവുന്നത്? സംയുക്ത സ്വർ ഉണ്ടാവുന്നത്. അപ്പോൾ ദീർഘസ്വര് वे हैं जो मूल स्वर के साथ उसी स्वर मिलाने से मूल स्वर या दीर्घ स्वर बनते हैं. അടുത്ത ഏതാണ്? സംയുക്ത സ്വർ. संयुक्त स्वर जो भिन्न भिन्न स्वरों के मेल से बनते हैं. फॉर एग्जाम्पल आ प्लस ई, आ प्लस ई, ए, आ प्लस उ, ओ,
ആ പ്ലസ് എ ഐ. ഇതൊക്കെ സംയുക്ത സ്വരത്തിന് എക്സാമ്പിളാണ്. भिन्न भिन्न स्वरों के मेल से जो स्वर बनते हैं वे संयुक्त स्वर है. फॉर एग्जाम्पल आ प्लस ई ए, आ प्लस उ ओ, आ प्लस ए आई. അപ്പോൾ उत्पत्ति के आधार पर स्वर के कितने भेद है वे क्या क्या है. ഇത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഉത്പത്തി അനുസരിച്ചിട്ട് സ്വരത്തിന് പ്രധാനമായിട്ട് എത്ര ഭേദങ്ങളാണുള്ളത്? 2 ആണ്. വേ ക്യാ ക്യാ ഹേ? മൂൽസ്വര് और സന്ധിസ്വര്. മൂൽസ്വര് കഴിഞ്ഞാൽ വരുന്നതാണ് ഇത് സന്ധിസ്വര്. അപ്പോൾ സന്ധിസ്വര് ഉത്പത്തിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും 2ആയിട്ട് വിഭജിക്കപ്പെടുന്നുണ്ട്. അവയാണ് ഏതൊക്കെ? ദീർഘസ്വരവും സംയുക്ത സ്വരവും. അത്രയും മനസ്സിലായല്ലോ. ഇനി അടുത്ത ഭാഗം. उच्चारण में लगने वाले समय के अनुसार स्वर के 3 भेद हैं. ഇനി ഉച്ചരിക്കുമ്പോഴേ എടുക്കുന്ന സമയമനുസരിച്ചിട്ട് സ്വരത്തിന് 3 ഭേദങ്ങളുണ്ട്. उच्चारण में लगने वाले समय के अनुसार स्वर के 3 भेद हैं. वे हैं लघु स्वर, लघुस्वर, ഗുരുസ്വർ. മൂന്നാമത്തേതാണ് ഫ്ലുതസ്വർ. फ्लुतस्वर. लघु, गुरु, फ्लुत. उच्चारण में लगने वाले समय के अनुसार स्वरों के 3 भेद हैं. लघुस्वर, गुरुस्वर और फ्लुतस्वर. लघुस्वर वे हैं जिनका उच्चारण में कम से कम समय लगता है. അപ്പോൾ ലഘുസ്വരം എന്ന് പറയുന്നത് അവയാണ് അതിൻ്റെ ഉച്ചാരണത്തിന് വളരെ കുറച്ച് സമയം മാത്രമേ വേണ്ടൂ. ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഉച്ചരിക്കുന്നവയാണ് ലഘുസ്വരങ്ങൾ. അപ്പോൾ ആ സ്വരങ്ങൾ ഏതൊക്കെയാണ്? ആ, ഇ, ഉ, ഋ. ഇവയാണ് ലഘുസ്വരങ്ങൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് മൂൽ സ്വരങ്ങൾ എന്ന് പഠിച്ച അവ തന്നെയാണ് ഇത് ഈ ലഘുസ്വരങ്ങൾ. അപ്പോൾ ലഘുസ്വർ के उच्चारण में कम से कम समय लगता है. അല്ലേ? വളരെ കുറച്ച് സമയമേ ലഘുസ്വരത്തിൻ്റെ ഉച്ചാരണത്തിന് വേണ്ടൂ. അവ ഏതൊക്കെയാണ്? ആ, ഇ, ഉ, ഋ. ഇനി ഗുരുസ്വർ. गुरुस्वर के उच्चारण में लघु स्वर से दुगुना समय लगता है. അല്ലേ? ലഘുസ്വരം ഉച്ചരിക്കാൻ എത്ര സമയമെടുക്കുന്നു? അതിൻ്റെ 2 ഇരട്ടി സമയം ഏതിന് വരണം? ഈ ഗുരുസ്വരം ഉച്ചരിക്കാനായിട്ട് വേണം. ഹിന്ദി വർണ്ണമാലയ്ക്ക് ബാക്കി സ്വര് ഗുരുസ്വര ഹേ. ഇനി ഹിന്ദി വർണ്ണമാലയിൽ ബാക്കി വരുന്ന സ്വരങ്ങൾ എന്താണ്? ഗുരുസ്വര ആണ്. ഏതൊക്കെയാണത്? ആ, ഈ, ഉ, എ, ഐ, ഓ, ഔ. ഇത്രയും ഗുരുസ്വരങ്ങളാണ്. അപ്പോൾ उच्चारण में लगने वाले समय के अनुसार स्वर के 3 भेद हैं. लघुस्वर और गुरुस्वर और फ्लुतस्वर. लघु, गुरु और फ्लुत. और लघुस्वर वे हैं जिनके उच्चारण में कम से कम समय लगता है. गुरुस्वर वे हैं जिनके उच्चारण में लघु स्वर से दुगुना समय लगता है. ലഘുസ്വരത്തിനേക്കാളും 2 ഇരട്ടി സമയമാണ് ഇതിനെടുക്കുന്നത് ഗുരുസ്വരത്തിൻ്റെ ഉച്ചാരണത്തിന്. അല്ലേ? അ, ആ, ഇ, ഈ, ഉ, ഊ. അല്ലേ? അങ്ങനെ കുറച്ച് കൂടുതൽ സമയം എടുക്കുന്നുണ്ട് ഇത് ഉച്ചരിക്കാനായിട്ട്, ഗുരുസ്വർ ഉച്ചരിക്കാനായിട്ട്. ഇനി ഫ്ലുതസ്വർ. ഫ്ലുതസ്വർ പ്രായः സംസ്കൃത് में पाए जाते हैं. മിക്കവാറും ഏത് ഭാഷയിലാണ് ഈ ഫ്ലുതസ്വര കാണപ്പെടുന്നത്? സംസ്കൃത ഭാഷയിലാണ്. ये किसी को पुकारने या चिल्लाते समय इसका प्रयोग होता है. അല്ലേ? ആരെയെങ്കിലും വിളിക്കാനോ അതേപോലെ ഉച്ചത്തിൽ എന്തെങ്കിലും വിളിച്ച് നിലവിളിക്കുമ്പോഴൊക്കെയാണ് ഏത് ഉപയോഗിക്കുന്നത്? ഈ ഫ്ലുതസ്വരങ്ങൾ ഉപയോഗിക്കുന്നത്. അതിൻ്റെ കൂടെ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അരേ, ഇതിൻ്റെ കൂടെ ഇവിടെ ഇങ്ങനെ 3 എന്നുള്ള ഒരു ചിഹ്നം, 3 എന്നുള്ളൊരു ചിഹ്നം കൂടെ ചേർക്കുന്നു. ഇതാണ് ഫ്ലുതസ്വരം.
അപ്പോൾ ഇത്രയുമാണ് സ്വരങ്ങളെക്കുറിച്ച് പഠിക്കാനുള്ളത്. स्वर क्या है? स्वर वर्ण वे हैं जिनका उच्चारण स्वतंत्रता से होता है, वे व्यंजनों के उच्चारण में सहायक होते हैं. हिंदी में कितने स्वर वर्ण हैं? 11 स्वर वर्ण हैं. और उत्पत्ति के आधार पर स्वर वर्णों के 2 भेद हैं. वे क्या क्या हैं? मूल स्वर और संधि स्वर. संधि स्वर को उत्पत्ति के अनुसार और भी 2 भेद किए गए हैं. वे क्या क्या है? दीर्घ स्वर और संयुक्त स्वर. उच्चारण में लगने वाले समय के अनुसार स्वर के 3 भेद हैं. वे हैं लघु स्वर, गुरु स्वर और प्लुत स्वर. അപ്പോൾ ഇത്രയാണ് സ്വരാക്ഷരങ്ങൾ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വ്യഞ്ജനാക്ഷരങ്ങളെക്കുറിച്ച് പഠിക്കാം. എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്ത് കാണുന്ന ബെൽ ഐക്കൺ എനാബിൾ ചെയ്യാൻ മറക്കരുത്. എങ്കിലേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. ധന്യവാദം.